ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെയും മഴവൂരും മുമ്പിലെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരും സാധിച്ചത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ശിവനും രാജീവനും MLA കാണാൻ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതായത് കമല ചോദിക്കുന്നുണ്ട്, രാജീവ് എന്ത് കേട്ടോ ശിവേട്ടാ ചോദിക്കുന്നത്. അവന് വൈഫ് ഹൗസിൽ പോയി എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് എന്തായി MLA കണ്ടിട്ട് എന്തായി കാര്യങ്ങൾ എന്തായി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ അകത്തോട്ട് കയറിക്കോട്ടെ, ഒന്നൊരു ചെറിയ സമാധാനം തരാമെന്നാണ്. പിന്നെ അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാന്ന് പറയാം, നീ ആദ്യം ഇച്ചിരി വെള്ളം എടുക്കുന്നുണ്ട്. വെള്ളം എടുക്കാൻ കമല അപ്പോഴത്തേക്കും മനു അങ്ങോട്ട് വരികയാണ്. അച്ഛൻ പോയിട്ട് എന്താ കാര്യങ്ങൾ എന്താ ജാമ്യത്തിൻ്റെ കാര്യം തന്നെ. ജാമ്യത്തിൻ്റെ കാര്യമൊന്നും നടക്കത്തില്ലെന്ന് MLA പറയുന്നത്. കാരണം എന്താ പറഞ്ഞാൽ അത് പോക്സോ കേസാണ് അവൻ്റെ മേലെ ഇട്ടേക്കുന്നതെന്ന് പറയാം. ആ പോക്സോ കേസ് ഇടാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പോക്സോ കേസ് ഇടാനുള്ള കാരണം എന്താണെന്ന് മനു പറയണം. അച്ഛൻ പോക്സോ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇതിനു മുമ്പേയും, അതായത് 18 വയസ്സിന് മുമ്പേയും അവളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് വന്നേക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അച്ഛൻ പറയുന്നുണ്ട്, അതായത് ശിവൻ പറയുന്നുണ്ട്, മോനെ ഈ പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് 18 വയസ്സുണ്ടല്ലോ, ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലേ എല്ലാവരും നോക്കത്തുള്ളൂ, പിന്നെ എങ്ങനെ ഈ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് വെച്ച് അവർ ഇത് കേസ് ഈടാക്കുന്നതാണ്. അല്ല അച്ഛാ, അതല്ല, ഈ നേരത്തെ ഇവനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കേസ് വന്നിട്ടുണ്ട്. കാരണം അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് പ്രാബല്യത്തിൽ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് കേസ് ശക്തമാകും. അതുകൊണ്ട് കേസ് ഇത് നിൽക്കാൻ ചാൻസ് കുറവാണ് എന്ന് പറയാണ്. കാരണം എന്താണെങ്കിലും നമുക്ക് അവനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്നുള്ള രീതിയിൽ ശിവൻ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോഴത്തേക്ക് കമല വന്നിട്ട് ചോദിക്കുക, എന്താ കാര്യങ്ങൾ എന്തായെന്ന് പറയുമ്പോൾ ജാമ്യം കിട്ടാൻ ഭയങ്കര പാടാന്ന് പറയുന്നുണ്ട്. അത് നടക്കത്തില്ല, എന്തെങ്കിലും ചെയ്ത് അവനെ ഇറക്കണം, എൻ്റെ കൊച്ചിനെ ഇറക്കണം എന്ന് പറയുന്നത്. രാജീവ് എന്ത് ചെയ്യുന്നുണ്ട്, രാജീവ് എന്നെ എടുക്കാൻ പോയെന്ന് പറയുന്നത്. അവനൊരു വൈഫ് ഹൗസിൽ പോയേക്കാം. കാരണം രാഷ്ട്രീയക്കാരുടെ പുറകെ നടന്ന് മടുത്ത്. പിന്നെ അവൻ എന്നാ ചെയ്യുന്നത്, അവനൊരു വൈഫ് ഹൗസിൽ പോയി റെസ്റ്റ് എടുക്കാൻ പോയേക്കാം നല്ല രീതിയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ എന്താണെങ്കിലും കമല പറയുന്നത്, എന്താണെങ്കിലും ചെറുക്കനെ ഇറക്കിയേ പറ്റും. കാരണം കുടുംബക്കാരോടൊക്കെ ഇത്തിരി സ്നേഹമുള്ളവൻ അവന് മാത്രമേ ഉള്ളൂ. ഉടനെ മനു പറയണേ, കുടുംബക്കാർ സ്നേഹം കാരണം കൊണ്ട് കുടുംബക്കാർക്ക് ഇപ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്റ്റേജാണ് എന്ന് പറയുമ്പോഴത്തേക്കും കമല പറയാം, അതെന്താണെങ്കിലും ആ ഒരു തെറ്റോ ആർക്കും പറ്റും, ഒരു തെറ്റോ. അപ്പോഴത്തേക്ക് രോഷാകുലനായിട്ട് മനു എഴുന്നേറ്റ് ഒരു തെറ്റ് ആദ്യമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് മയക്കുമരുന്ന് കൊടുത്ത് അലീനയെ റേപ്പ് ചെയ്യാൻ നോക്കിയത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അലീനയുടെ ബാഗിൻ്റെ അന്ന് മുക്കുകൊണ്ടം വെച്ച് മുക്കുമണ്ടം അത് ഗിഫ്റ്റ് കൊടുക്കാനെന്ന് പറഞ്ഞത്. പിന്നെ ഈ കൃഷ്ണമോളോട് തെറ്റായിട്ട് പെരുമാറുന്നത് മാത്രമല്ല, ബബിതയോട് തെറ്റായിട്ട് പെരുമാറിയിട്ട് ബബിത അവൻ്റെ ഫോൺ ഇവിടെ തല്ലിപ്പൊട്ടിച്ചതും, പിന്നെ ആ ഫോണിൻ്റെ അത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് ഒന്നോ രണ്ടോ അല്ല, പലതും രീതിയിലും അവൻ ആവർത്തിച്ച് ചെയ്തുകൊണ്ടെങ്കിൽ ഇതാണ് തെറ്റ്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബ പാരമ്പര്യമാണെന്ന് പറയുക. നീ എന്തിനാ എൻ്റെ കുടുംബത്തേക്ക് പറയുന്നത് ഒന്നാ പറയാം. അല്ലാതെ പിന്നെ അവിടെ നിന്ന് എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് വരുന്നില്ല. അതായത് നെടുമ്പുരക്കലിൽ നിന്നുള്ളത് വന്നിട്ടൊന്നുമില്ല, അല്ല വാളിയക്കൽ എന്നുള്ളത് വന്നിട്ടൊന്നുമില്ല. അത് അമ്മയുടെ കുടുംബത്തിൽ നിന്നുള്ള രീതിയിലാണ് വന്നെന്ന് പറയുന്നത്. അമ്മയുടെ കുടുംബത്തിൽ നിന്ന് എന്നെ നീ എന്തിനാ പറയുന്നത്, എന്നെയാണ് നിന്നെ സംശയിക്കുന്നത്. അമ്മേനെ ഞാൻ പറഞ്ഞില്ല, പക്ഷേ അമ്മാവനാകാം, കാർന്നവന്മാരാകാം, അച്ഛനാകാം, വല്യപ്പനാകാം. അങ്ങനെ കാർന്നവന്മാരൊക്കെ ഒക്കെ ഉള്ള കുടുംബമല്ല അവരെ ആരുടെയും സ്വഭാവമായിരിക്കും. അല്ലാതെ അച്ഛൻ്റെ കുടുംബത്തിലല്ലെന്ന് എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നീ എന്തിനാ എൻ്റെ കുടുംബത്തെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അങ്ങനെയൊന്നും ഇതില്ല എന്ന് പറയാം. അല്ലാതെ പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടാൻ, ഇത് അങ്ങനെയുള്ള ജീനാണ് വന്നേക്കുന്നത്. ഇവൻ അത്ര രീതിയിൽ വൃത്തികെട്ട പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുകയല്ലെന്ന് പറയാം. നീ എൻ്റെ മോനെ കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട, അവൻ അങ്ങനെ തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പറ്റിയ ഒന്നേ പറ്റത്തുള്ളൂ. അതെന്ന് പറയാം. ഉടനെ ശിവൻ പെട്ടെന്ന് ചാടി പോകുന്നുണ്ട്, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ, കാരണം കുറേ നേരമായി തുടങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, എടാ പിന്നെ ഒരു കാര്യം എടുത്തു പറയുക, നമ്മുടെ അലീന അവൻ്റെ ആ കണ്ണാടി എന്ന് പറഞ്ഞ ആ കോളനിയിൽ പോയിട്ട് ആകെ വിഷയമായിട്ടുണ്ടെന്ന് അറിഞ്ഞെന്ന് പറയാം. അവളെന്തിനാ അവിടെ പോയത്, അത് ഇപ്പോൾ ആ കൊച്ചിനെ ആ ശരണ്യെ കാണാൻ വേണ്ടി പോയതെന്ന് പറഞ്ഞാൽ. ശരണ്യെ കാണാൻ പോയതോ, അതെ ശരണ്യെ കാണാൻ പോയതാന്ന് പറഞ്ഞ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എന്തിനാ പോയെന്ന് ചോദിക്കത്തില്ലായിരുന്നു ചോദിക്കുന്നത്. ഞാനെന്താ ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്ക് ചോദിക്കണം, ആ കാര്യങ്ങൾ അറിയാമല്ലോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണം. അത് ഞാൻ ശിവൻ പറയുക, അവൾ പോയിട്ട് അവിടെ ഒരുപാട് പേര് വിഷയം ഉണ്ടാക്കി. കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് പിന്നെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് പിന്നെ അടിക്കുകയൊക്കെ ചെയ്ത് തീപ്പെട്ടി കത്തിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് കത്തിയില്ല, അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടെന്ന് പറയുകയാണ്. ആണോ എന്നാൽ മനു ഇത് അതിശയത്തോട് ചോദിച്ചിട്ടുണ്ട്, ഇവളെന്തിനാ എന്നെ ഇറങ്ങി തിരിച്ച്, അതൊന്നും എനിക്കറിയത്തില്ല. കാരണം എന്താ ചിലപ്പോൾ അവളെ പോയി സ്വാധീനിക്കാൻ വേണ്ടിയായിരിക്കും, ബാലചന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ അത് ബാലചന്ദ്രൻ പറഞ്ഞു വിട്ടന്ന് ഇത് കമല പറയുമ്പോഴത്തേക്ക് മനു പറയാം, അങ്ങനെ അങ്കിൾ അങ്ങനെ ചെയ്യാൻ യാതൊരു ചാൻസ് ഇല്ല.
അലീനയുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പോയതായിരിക്കും. എന്താണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ എന്നുള്ള രീതി പറയണം. അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ അലീനെ മനു ഫോൺ വിളിക്കാം. മനു ചോദിക്കുന്നത് എന്താ അവിടെ നടക്കുന്നതെന്ന് ചോദിക്കാം. എന്താ അലീന നീ അവിടെ നടക്കുന്നത്? എന്ത് നടക്കും? ഇവിടെ ഒന്നും നടക്കത്തില്ല. അല്ല നീ അവിടെ പോയെന്ന് ചോദിച്ചു, ശരണയുടെ വീട്ടിൽ പോയെന്ന് ചോദിച്ചു. അത് പോയേട്ടാ. എന്തിനാ പോയെന്ന് ചോദിച്ചു. അത് ഇപ്പം അവളെ പോയി കാണണമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നീ അവിടെ പോയിട്ട് നീ അങ്കിള് പറഞ്ഞിട്ടാണോ പോയതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചോ എന്ന് ചോദിച്ചില്ല. അത് എല്ലാവരോടും ചോദിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അത് പറഞ്ഞാൽ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് മാത്രമാണ് പോയത്. മാത്രമല്ല അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പോയതുകൊണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് നീ എന്താ അവരെന്തൊക്കെ നിന്നെ ഉപദ്രവിച്ചില്ല? അവരെന്നെ അടിക്കുകയൊക്കെ ചെയ്തു, അടിച്ചു. പിന്നെ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചു. പക്ഷേ ദൈവം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. അപ്പം അവിടെ ഒരു ഷാജി എന്ന് പറഞ്ഞ ചേട്ടൻ, ആ ഷാജി എന്ന് പറഞ്ഞ ചേട്ടൻ എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത്. ഷാജി എന്ന് പറഞ്ഞ ചേട്ടനും ചേട്ടൻ്റെ കുടുംബമെല്ലാം എന്നെ രക്ഷപ്പെടുത്തി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നീ അവരങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് അറിയാമല്ലോ, പിന്നെ എന്തിനാ അങ്ങോട്ട് പോയെന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം മനുവേട്ട അവർ എന്നോട് വൈരാഗ്യ ബുദ്ധിയൊന്നുമില്ല, മുൻവൈരാഗ്യമൊന്നും ഇല്ലല്ലോ. കൊച്ചിനോടുള്ളൊരു സ്നേഹം കൊണ്ട് എന്നോട് കാണിച്ചുള്ളൂ. ഞാൻ ആ കൊച്ചിനെ നമ്മുടെ തെറ്റുകാരനായിട്ടുള്ള വ്യക്തിയുടെ വീട്ടിൽ നിന്ന് വന്ന് സ്വാധീനിക്കാമെന്നുള്ള രീതിയിലാണ് എന്നെ അവർ കണ്ടത്. അതുകൊണ്ട് മാത്രം അവരെന്നോട് അങ്ങനെ ബിഹേവ് ചെയ്ത് ഇത് പറയുമ്പോഴത്തേക്ക് എന്താണ് നിനക്ക് പറഞ്ഞിട്ട് പോകാമായിരുന്നു, അതിനുള്ളൊരു മാന്യത എങ്ങനെ കാണിക്കാനെന്ന് പറയുമ്പോഴത്തേക്ക് അല്ല ഏട്ടാ, കാരണം അത് പോയതുകൊണ്ട് ഇപ്പം പ്രയോജനമുള്ളായിരുന്നു. ഇപ്പം മനു ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കെല്ലാം പ്രയോജനമുണ്ട്. നമുക്കെന്തിന് പ്രയോജനം? ആ വീട്ടിൽ പോയിട്ട് ആ കൊച്ചിനെ ആശ്വസിപ്പിക്കാൻ പറ്റി, എനിക്ക് പ്രയോജനമുണ്ട്. കാരണം എനിക്ക് ഒരു കൊച്ചിനെ ജീവിതത്തിലേക്ക് താന്ന് കിടക്കുന്ന, അതായത് ഇതുപോലുള്ള രീതിയിൽ സംഭവങ്ങൾ ഉണ്ടായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ താന്ന് കിടക്കുന്ന ആ പിള്ളേരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റി, എന്നെക്കൊണ്ട് പറ്റും. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റുകയും ചെയ്തു. ഞാനവിടെ പോയി ശരണയെ കണ്ടു, ശരണയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവളെ കടപ്പിൽ തന്നെ എഴുന്നേൽപ്പിച്ചു, അവളെ ആശ്വസിപ്പിച്ചു. കുറേ നേരം എൻ്റെ തോളത്ത് കിടന്ന് കരയൊക്കെ ചെയ്തു ആ കൊച്ചു. അപ്പം കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ഇച്ചിരി ഭേദമുണ്ട് ആ കൊച്ചിന്. അപ്പം അങ്ങനെ ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത് തന്നെയല്ലേ വലിയ കാര്യം. ഇപ്പം ഞാനെന്തിനാ ഇവർക്ക് വേണ്ടി സ്വാധീനിക്കാൻ നിൽക്കുന്നത്? കാരണം ഇവർ തെറ്റ് ചെയ്തിട്ടുള്ള ഹരിയും രോഹിത് അതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. ഞാനും അവരെ ആ കൊച്ചിനെ സ്വാധീനിക്കാൻ പോകുന്നതല്ല, ആ കൊച്ചിനെ ആശ്വാസം പകരാൻ വേണ്ടി മാത്രം പോയെന്ന് നമ്മുടെ അലീന പറയുന്നുണ്ട്. എന്തായാലും നീ ഇനിയിപ്പം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ എന്നോട് പറഞ്ഞിട്ട് പോ, അല്ലെങ്കിൽ അപ്പം ഞാൻ കൂടെ വരാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതാണ്. പിന്നെ ഇനി ഞാൻ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ കാണാം എന്ന് പറയുമ്പോഴത്തേക്ക് ശരി മനുവേട്ടാന്ന് പറഞ്ഞിട്ട് വെക്കുവാണ്. അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അലീന ഫോൺ എടുത്തിട്ട് ഒന്നും കൂടെ ഫോൺ ചെയ്യുവാണ്. അപ്പോൾ ആരെയും ഫോൺ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ രേവതി മോളെ ഫോൺ ചെയ്തിട്ടുണ്ട്. രേവതി ഫോൺ വിളിച്ചിട്ട് മോളെ എന്നോട് വിശേഷം, നല്ല വിശേഷം മോളെ, ചേച്ചി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയും. മോളെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാൽ, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ശരണയെ കാണാൻ പോയായിരുന്നു പറയുമായിരുന്നു. ആണോ, ശരി ചേച്ചി, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല രോഹിത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയിരിക്കും. രോഹിത്തിനെ രക്ഷപ്പെടുത്താനൊന്നുമില്ല, കാരണം എനിക്ക് അങ്ങനെ ഒരു അനുകമ്പ ഇല്ല അവനോട്. കാരണം ഞാൻ അവനെ പല പ്രാവശ്യം വിലക്കിയതാണ്, ഇന്ന പോലെ ചെയ്യരുത്, ആവശ്യമില്ലാത്ത പരിപാടി ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞതാണ്. എൻ്റെ സഹോദരനാണെങ്കിൽ പോലും എനിക്ക് ഇപ്പോൾ അവനോട് അനുകമ്പയൊന്നുമില്ല. നമ്മളെപ്പോലെ ഒരു നിന്നെപ്പോലെ ഒരു പെങ്കൊച്ചാണ് അവിടെ ബാധിക്കപ്പെട്ടത്. അപ്പോൾ ആ കൊച്ചിന് നീതി കിട്ടിയേ പറ്റൂ. ഇനിയിപ്പം അവനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ആ കൊച്ചിന് നീതി മേടിച്ച് കൊടുക്കാതിരിക്കത്തൊന്നുമില്ല എന്ന് പറയണം. അതുകൂടാതെ ഇപ്പം ആണ് രേവതി ചോദിക്കുന്നത്, അപ്പം മേഡത്തിൻ്റെ അഹങ്കാരം എല്ലാം കുറഞ്ഞു കാണുമല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അഹങ്കാരം കുറഞ്ഞോളെന്ന് അറിയത്തില്ല, പക്ഷെ അത് ഞാൻ തന്നെയാണ് അതിൻ്റെ കുറ്റക്കാരി എന്നാണ് മേഡം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാന്ന് പറയാം, എനിക്കറിയത്തില്ല മോളെ, അങ്ങനെ തന്നെ പറയാം. എന്നാൽ ചേച്ചി അവിടെ പോയിട്ട് എന്തായി കാര്യങ്ങൾ എന്താ ചോദിക്കുമ്പോൾ മോളെ ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാരെല്ലാം ചെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുമായിരുന്നു. ദേഷ്യപ്പെട്ടിട്ട് അവർ മണ്ണെണ്ണയൊക്കെ തലയിൽ കൂടെ ഒഴിച്ചു, അവർ ഒരുപാട് ഉപദ്രവിച്ചു. അതുകൂടാതെ തീപ്പെട്ടി കത്തിക്കാൻ നോക്കി, പക്ഷേ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അവിടെ എങ്ങനെ രക്ഷപ്പെട്ട ചേച്ചി എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഷാജി എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു, ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ. ആ ചേട്ടൻ വന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയിട്ട് വീട്ടിൽ കുളിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നു. ആ ചേട്ടൻ്റെ പെങ്ങളുടെ ഡ്രസ്സൊക്കെ തന്നു. അങ്ങനെ പിന്നെ അവർ ഭക്ഷണമൊക്കെ തന്നു. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നിട്ട് രക്ഷപ്പെട്ടിട്ട് വീട്ടിൽ പോകുന്നത് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശരണയെ പോയി കണ്ടെന്ന് പറയും. ശരണയെ പോയി കണ്ടോ? കണ്ട്. അപ്പോൾ നിന്നെപ്പോലെ ഒരു കൊച്ചത് ഞാൻ ചെന്ന് കണ്ട് അവളെ ആശ്വസിപ്പിച്ചു, കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ ചേച്ചി ഇനി പോകണ്ട കേട്ടോ, പോയി കഴിഞ്ഞാൽ അവർ പിന്നെയും വിഷയമുണ്ടാകും. ഇല്ല മോളെ പോകണം, നമ്മളെപ്പോലെ അല്ല എന്നെ പോലെയൊക്കെ തന്നെ ഒരു കൊച്ചല്ലേ അവൾ ഇനി പഠിക്കണം, അവൾ ജീവിതത്തിലേക്ക് മുന്നേറി വരണം. അവിടെ തന്നെ കടന്നു കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവൻ ഇല്ലാതായി പോകും. കാരണം അവളെ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും ഒരു ആങ്ങളെയുണ്ട്. അവർക്കൊക്കെ എന്താ ഒരു ആശ്വാസം പറയാനാണ്. ഇപ്പം നമ്മൾ കാരണം നമ്മുടെ കുടുംബത്തിലുള്ളൊരു വ്യക്തി കാരണം കൊണ്ടല്ലേ അവർക്ക് അങ്ങനെ സംഭവിച്ചത്. മാത്രമല്ല നമ്മുടെയൊക്കെ തൊഴിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തന്നെയല്ലേ, മറ്റുള്ളവർ ഹോം നേഴ്സായിട്ട് പോയിട്ട് അവരെ കെയർ ചെയ്യുക, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെയുള്ള രീതിയിൽ
അവർ നമ്മൾ നോക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ പോകാതിരിക്കുന്നത് അതിന് നീ സപ്പോർട്ടാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയാം. അതുകൊണ്ട് പറയാണ്ടിരുന്നെങ്കിൽ ഞാൻ ശരിയാക്കിയേനെ എന്നുള്ള രീതിയിൽ നമ്മുടെ രേവതിമോൾ പറയാണ്. അപ്പം പറയാണ്, ചേച്ചി എന്നാലും സൂക്ഷിക്കണം, അവിടെ പോയിക്കുമ്പോഴത്തേക്കും പലരും പല രീതിയിലുള്ള ആൾക്കാരാണ്. കാരണം ഇവിടുന്ന് സ്വാധീനിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ചെന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സൂക്ഷിച്ച് പോകണമെന്ന് പറയണം. ശരി മോളെ, ഞാൻ പിന്നെ നിന്നോട് പറഞ്ഞില്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഒന്ന് വിളിച്ച് പറഞ്ഞതെന്ന് പറയാം. ശരി ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് രേവതി പറയാം, അങ്ങനെയാണ് ഞാൻ വൈകിട്ട് വിളിക്കാം മോളെ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാമെന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട്. ആ സീൻ അവിടെ കൊണ്ട് അവസാനിക്കുവാണ്. അടുത്ത നമ്മൾ കാണും നമ്മുടെ കൃഷ്ണമോളും അനിയനെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ തക്ക സമയത്ത് എല്ലാം എടുത്ത് കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, എന്തിനാ ചേച്ചി ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി, കാരണം രാവിലെ ഇത്രമാത്രം നേരത്തെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ചേച്ചി പോകുന്നുണ്ട്. ഇല്ല മോളെ, എനിക്ക് നേരത്തെ പോകണം, ശരണ്യടുത്ത് പോയിട്ട് അവളോട് സംസാരിക്കണം, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. മാത്രമല്ല അവളെ കൂടുതൽ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യണം, വേണം കൊച്ചിന് തിരിച്ച് നമുക്ക് കൊണ്ടുവരണ്ടേ കുറയ്ക്കുമ്പോഴത്തേ ചേച്ചി ഞാനും വരട്ടെ എന്ന് പറയുമ്പോഴത്തേ, അയ്യോ നീ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും. കാരണം ശരിക്കും ബാലചന്ദ്രൻ്റെ അല്ലെങ്കിൽ രോഹിത്തിൻ്റെ ബാലചന്ദ്രൻ്റെ മോളും രോഹിത്തിൻ്റെ രോഹിത്തിൻ്റെ പെങ്ങളാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് കേസിന് വഴിതിരിച്ച് വിടുക. അപ്പം ശരിക്കും ഞാൻ പോയ ഉദ്ദേശം അത് തന്നെയാണെന്നുള്ള രീതിയിലൊക്കെ അവർ വരുത്തി തീർക്കും. അതുകൊണ്ട് വേണ്ട മോളെ എന്ന് പറയുമ്പോൾ, അപ്പം നീ ഇത് തക്ക സമയത്ത് എല്ലാവർക്കും എടുത്തു കൊടുക്കും, ഭവിതയ്ക്കും അച്ഛൻ നീ മാത്രമേ ഉള്ളൂ ഇവിടെ, അല്ല അവർ കറക്റ്റായിട്ടൊന്നും ചെയ്യത്തില്ല, നീ അങ്ങോട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് ശരി ചേച്ചി ചെയ്യാമെന്നുള്ള ഇത് പറയാം. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് പറയാം, ഞാനൊന്ന് മേല് കഴിയിട്ട് പോട്ടെ, നീ നോക്കിക്കോണമെന്ന് പറയുകയാണെ. ശരി ചേച്ചി എന്ന് പറയാം. അങ്ങനെ അലീന ഒരുങ്ങാൻ പോകണം. അത് കഴിയുമ്പോഴത്തേക്കും അലീന പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗംഭീര പ്രകടനമാണ് നമ്മുടെ ബബിതയും കൃഷ്ണമോളും നടക്കുന്നത്. അപ്പോൾ ബബിത ചോദിക്കുക, അവളെവിടെ പോയെന്ന് ചോദിച്ചാൽ, അവൾ ചേച്ചി ശരണ ചേച്ചിയുടെ വീട്ടിൽ പോയതെന്ന് പറയാം. ശരണ ചേച്ചിയുടെ വീട്ടിലോ? അവൾ തന്നെ അവിടെ പോയത് ശരണ വീട്ടിലോ? അവളുടെ അതിന് നാണമില്ല അവൾക്ക് അവിടെ പോകാൻ വേണ്ടി. അതായത് നിങ്ങൾ പറയുന്നത് അച്ഛൻ്റെ മോളാണ് ബബിത എന്നല്ലേ പറയുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവൾ ഇവിടെ നിൽക്കുന്നില്ല? ഇവിടെയല്ലേ കൂറ് കാണിക്കേണ്ടത്, ചോറ് ഇവിടെയും കൂറ് അവിടെയാണ് കാണിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അല്ല പിന്നെ നമ്മുടെ രോഹിതേടൻ ചെയ്ത തെറ്റിന് കൂട്ടു നിൽക്കണോ? ചേച്ചി അങ്ങനെ കൂട്ടു നിൽക്കത്തില്ല, എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനങ്ങനെ നിൽക്കാത്ത ചോദിക്കുമ്പോഴത്തേക്കും ചേച്ചി എപ്പോഴും ന്യായത്തിന് പെട്ടെന്ന് നിൽക്കത്തുള്ളൂ, പക്ഷം നിൽക്കത്തുള്ളൂ. ചേച്ചി അനാഥാശ്രമത്തിൽ വളർന്നത് ജീവിച്ചങ്ങനെ, അതുകൊണ്ട് അങ്ങനെയുള്ള പെമ്പിള്ളേരെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അവരെ സഹായിക്കാനും, അത് ഇപ്പോഴും ചേച്ചി കിട്ടുന്ന ശമ്പളത്തിൽ ഒരുവിധം മറ്റുള്ളവർക്ക് അനാശ്രമത്തിലൊക്കെ കൊടുത്തിട്ട് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ചേച്ചിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ഇപ്പം ഇവിടുത്തെ രോഹിതേട്ടനെ സഹായിച്ചില്ല, അല്ല രോഹിതേട്ടനെ സപ്പോർട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, അല്ല നീ അടി ശരിക്കും അവൾ ഇവിടെ അല്ല നിൽക്കേണ്ടത്. കാരണം അങ്ങനല്ലേ, അവൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, അവിടെ പോയി അവരെല്ലാം കെട്ടിത്തൂക്കാൻ വേണ്ടി നിന്നാന്ന് പറയുമ്പോൾ കെട്ടിത്തൂക്കാൻ ഞാൻ അറിഞ്ഞ് മണ്ണെണ്ണ കൊടുത്താൻ വേണ്ടിയില്ല. എന്താണെന്ന് അവരെ ഉപദ്രവിക്കുന്നില്ല, അവളെ ആട്ടിയും തുപ്പിയും അടിച്ചും പിടിച്ചൊക്കെ അവരെ ഇറക്കി വിട്ടതല്ല, പിന്നെ എന്തിനും ഇവൾ അവിടെ കയറിപ്പോന്ന് പറയാം. ചേച്ചി എന്നാണല്ലോ അത് കൊണ്ടെന്ന് പറഞ്ഞാൽ പോലും ശരണ്യ ചേച്ചിയായിട്ട് ശരണ്യയായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കൊച്ചി റിക്കവറായി വരുന്നുണ്ട് എന്നുള്ള രീതി പറയുകയാണ്. എന്താണെങ്കിലും കൊള്ളാം. പക്ഷേ ഇവിടെ തെറ്റുകാർ അത് രോഹിതേട്ടനെ രക്ഷപ്പെടുത്താനല്ലേ ഇവിടെ നോക്കണ്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രോഹിതേട്ടനെ രക്ഷപ്പെടുത്താൻ നിങ്ങളൊക്കെ കാണിച്ച ഓരോ പരിപാടി കാരണം കൊണ്ട് ചേച്ചി എവിടെ തെറ്റ് കണ്ടാലും അത് ചോദിച്ചിരിക്കുന്ന പറയാം. എവിടത്തെ കണ്ടെന്ന് ചോദിക്കുന്നു, അതെങ്ങനെ നീ പറയുന്നത് പറയുമ്പോഴത്തേക്ക് പറയാം. ഇവിടെ ഒരു രോഹിതേട്ടനൊരു പെണ്ണിനെ വിളിച്ച് കയറ്റി, ആ പെണ്ണിനെ ഇവിടുന്ന് ഓടിച്ചില്ലേ, അതുപോലെ ചേച്ചി അത് വ്യവതേച്ച് ഒരു ചെറുക്കനെ വീട് ഒരു പ്രാന്തനെ വിളിച്ചത് വിളിച്ച് റൂമിൽ കയറ്റി അവനെ പിടിച്ച് ഓടിച്ചില്ലേ എന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പം അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് കുടുംബത്തിന് നല്ല പേരുണ്ടാക്കാൻ. അതുപോലെ ചേച്ചിയുടെ നേരെ റേപ്പ് ചെയ്യാൻ വേണ്ടി രോഹിത്തിൻ്റെ ഹരിയും കൂടി ചെന്നപ്പോഴത്തേക്ക് അവരെ ഓടിച്ചില്ലേ, കാരണം അവരെ സ്വന്തമായിട്ട് കത്തി ഇറക്കിയാലൊക്കെ കത്തിരിക്ക ഇറക്കിയിട്ടാണെങ്കിലും പോലും അവരെ ഓടിച്ചില്ലേ. ഇതൊക്കെയാണ് ചേച്ചിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ അലിനി ചേച്ചിയുടെ പ്രത്യേകത. അപ്പം ചേച്ചി തെറ്റി കണ്ടു കഴിഞ്ഞാൽ നോക്കി നിൽക്കത്തില്ല, തെറ്റി ചെയ്യുന്നതിന് വേറെ പലരും നീ എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാനൊന്നും തെറ്റി ചെയ്യുന്നില്ല എന്ന് ഭവിത പറയണം. തെറ്റി ചെയ്യുന്നില്ല ചേച്ചി, തെറ്റി ചെയ്യുന്നില്ല ചോദിക്കും. ഞാൻ തെറ്റി ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ഇങ്ങനെ പറയാണ്. അതായത് രോഹിതേട്ടൻ ചെയ്ത തെറ്റൊന്നുമല്ല എന്ന് പറയുന്നത്, എൻ്റെ തെറ്റല്ലാത്തെന്ന് പറയുന്നത്. അപ്പോൾ ആ പെണ്ണ് അവിടെ ഇറങ്ങിപ്പോയത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞാൽ, ആ പെണ്ണ് അങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി പോകുന്നില്ലേ ചോദിക്കുക. ഞാനവിടെ പോകാനാ. അപ്പോൾ ആ തലമുടിയിനായിട്ടുള്ള രീതി മുടി വളർത്തിയവനായിട്ട് പുറത്ത് പോകാറില്ലേ, അങ്ങനെ കറങ്ങാൻ പോകുന്നില്ലെന്ന്. അത് ഞങ്ങൾ ജസ്റ്റ് ഔട്ടിങ്ങിന് പോയെന്ന് തന്നെ. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഔട്ടിങ്ങിന് ആ കൊച്ച് ഹരിയുടെ കൂടെ വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളത് പറയുകയാണ്. അതുകൊണ്ട് എന്തായാലും കൊള്ളാം. നമ്മുടെ അലിനി ചേച്ചിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിൽക്കുന്ന സീനാണ് നമ്മൾ ലാസ്റ്റിൽ കാണുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.